ഹലോ, ഞാൻ രാഹുൽ. RTO അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്നത്. മുന്നേ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇത് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ കൂടുതലും ഇവിടുന്ന് റൂമിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നത് നടന്നിട്ടാണ്. അപ്പം നടത്തത്തിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, തിരിച്ചെങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ കാഴ്ചകളൊക്കെ വെച്ച് ഓഫീസിനെ കുറിച്ച് ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തുന്ന ഒരു വ്ളോഗാണിത്. ഞാൻ വർക്ക് ചെയ്യുന്നത് IT ഫീൽഡാണ്. കൂടുതലും ഇരുന്നുള്ള ജോബായതുകൊണ്ട് തന്നെ നടത്തം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ രാവിലെയും വൈകിട്ടും ഓഫീസിലേക്ക് പോകുന്നതും വരുന്നതും നടത്താക്കിയത്. മാത്രമല്ല, നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ താമസിക്കുന്നത് എടപ്പള്ളിയാണ്. എൻ്റെ കൂടെ വേറെ 2 ഫ്രണ്ട്സും കൂടിയുണ്ട്. രാവിലെ ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കുന്നത് ഭക്ഷണത്തിനാണ്. ഭക്ഷണം ഒരു മെസ്സിൽ നിന്നാണ്. അത് ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴാണ് എത്തുക. നമ്മളെ റൂം 2ാം നിലയിലാണ്. അപ്പോൾ ഫുഡ് വന്നാൽ എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് വരുവാണ് ചെയ്യുക. അങ്ങനെ മെസ്സേജ് വന്നു, ഇനി താഴെ പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരട്ടെ. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഫുഡ് ആ കാണുന്ന ബ്രൗൺ ബോക്സിലാണ് അവർ വെക്കുക. രാവിലെ പ്രധാനമായിട്ടും ദോശ, ഇഡലി, ഉപ്മാവ്, അപ്പം, ഇടിയപ്പം, അങ്ങനത്തെ ഫുഡ് തന്നെയാണ് ഉണ്ടാവൽ. ഇവരെ നോൺ വെജ്, വെജ് സെക്ഷൻ ആ രീതിയിലായിട്ടാണ് ഫുഡ് വരുന്നത്. നമ്മൾ ഒരു മാസം 2000 രൂപ വെച്ച് അഡ്വാൻസ് കൊടുക്കുക. അതിനുശേഷം ആ മാസം ഉപയോഗിച്ച് പിന്നെ എക്സ്ട്രാ വരുന്ന എത്രയാണോ അത് ആ മാസം ലാസ്റ്റ് അവർ പറയും, അത് പേ ചെയ്യുക. പിന്നെ നമുക്കിപ്പം രാവിലെ വേണ്ട, ഒരു ദിവസം രാവിലെ വേണ്ട, അല്ലെങ്കിൽ രാത്രി വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവർ ആ പൈസ കുറക്കുകയും ചെയ്യും. ആദ്യത്തെ വ്ളോഗിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് ഉപ്മാവിന് ചെറുപയർ കറിക്കുമാണ്. ഇനി നടത്താണ്. ഇവിടുന്ന് എടപ്പള്ളിയിൽ നിന്ന് തൃക്കാക്കര വരെ 2.8 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടുന്ന് നമുക്ക് പൈപ്പ് ലൈൻ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് ലൈൻ ജംഗ്ഷൻ വഴി തൃക്കാക്കര അമ്പലം, കർദിന സ്കൂളിൻ്റെ തൊട്ടരുവത്ത് തന്നെയാണ് എൻ്റെ ഓഫീസ് സ്പേസ് വരുന്നത്. നമ്മൾ ഈ ചെറിയ ഫ്ലാറ്റിൽ 2 റൂമാണ് ബെഡ്റൂമായിട്ടുള്ളത്. അതിലൊരു റൂമിലാണ് എൻ്റെ ഫ്രണ്ട് കിടക്കുന്നത്. അവനെ ചെറുതായിട്ടൊന്ന് അവന് തുറക്കാൻ പറ്റുന്ന രീതിയിൽ പൂട്ടിയിട്ടാണ് ഓഫീസിലേക്ക് പോകാറ്. ഇനി തൃക്കാക്കരയിലേക്ക് നടത്താണ്. ആ കാഴ്ചകൾ ഇനി കാണാം. ഒറ്റക്കൊരു ചെമ്പരത്തി വിരിഞ്ഞിട്ട് കാണാൻ നല്ല രസമല്ലേ? ആദ്യം നടന്നെത്തേണ്ടത് പൈപ്പ് ലൈൻ റോഡാണ്. അങ്ങനെ പൈപ്പ് ലൈൻ റോഡെത്തി. ഇനി മുതൽ നടത്തത്തിൽ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധ അത്യാവശ്യമാണ്. കാരണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ നമുക്ക് പോകാനാവുള്ളൂ. കാരണം സൈഡിൽ നിന്ന് അത്രക്ക് എന്താ പറയുക, നടത്തത്തിന് അനുയോജ്യമായിട്ടൊന്നുമല്ല. കാരണം ഫുള്ള് ചളിയായിരിക്കും. അപ്പം അങ്ങനെ ചില റോഡൊക്കെ കുണ്ടും കുഴിയായിട്ടും ഉണ്ട്.
മഴ ഇപ്പം കുറഞ്ഞുകൊണ്ട് കുറച്ച് സമാധാനമാണ്. മഴ നല്ലോണം പെയ്യുന്ന ആ സമയത്തൊക്കെ നടന്നു പോയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചളിയൊക്കെ തെറിപ്പിച്ചിട്ട് പോകുന്ന ഇതുകൊണ്ട്, അപ്പം ചളിവെള്ളത്തിന് തൊട്ട് മുമ്പ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാളും. ഇതൊരാഴ്ച മുന്നേ തുടങ്ങിയൊരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ആപ്റ്റാകുന്നത് ചായക്കട അല്ലെങ്കിൽ ജ്യൂസ് കട എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ അവർ ബിരിയാണി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും അവിടുന്ന് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടുന്ന് ചായയും ഉള്ളിവടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ പൈസക്ക് തന്നെ കിട്ടിയ വലിയ ഉള്ളിവടിയും ആയിരുന്നു. അങ്ങനെ പൈപ്പ് ലൈൻ ജംഗ്ഷൻ എത്തി. ഇനി തൃക്കാക്കരയിലേക്ക് നടക്കണം. മഴയുള്ള സമയം ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പുറം കടക്കാനൊക്കെ. ഇതാണ് സൂപ്പർമാൻ ചളിവെള്ളം കോരിയ കുണ്ട്. ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇപ്പം ആ താഴോട്ടേക്ക് ഉള്ള ആ റോഡിൻ്റെ അവിടെ ചായ കോർണറിൻ്റെ അവിടെ ഒരു സൂപ്പർമാൻ വേഷം കിട്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു റീൽ ഷൂട്ടിംഗ് ആയിരുന്നു അത്. പിന്നെ ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ആ റീല് കാണാനും പറ്റി. നമ്മളെ കൃഷ്ണഗിരിയിടത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ആ സ്കൂട്ടിയിലുള്ള ചേട്ടൻ എന്താണ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ വെറുതെ എടുക്കുന്നതാണെന്ന് പറഞ്ഞു. ഇത് കാണാൻ നല്ല രസമല്ലേ, പൂച്ചട്ടികൾ കുറേ ഇങ്ങനെ വിൽക്കാൻ വെച്ചത്. ഇവിടെ എത്തുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇനി അങ്ങോട്ടേക്ക് നല്ല ഫുട്പാത്താണ്. നല്ല മഴക്കാറുണ്ട്. നടന്നാടി എത്തുമ്പോഴത്തേക്ക് മഴ പെയ്യുക. എൻ്റെ കളർ വാക്ക് എന്ന് പറഞ്ഞ ഷോർട്സിൽ നിങ്ങൾ ഈ വഴികളൊക്കെ കണ്ടിട്ടുണ്ടാകും. കാണാത്തവർ കളർ വാക്സ് ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ അതിൽ മഞ്ഞ മുതലാണ് തുടങ്ങുന്നത്. മഞ്ഞ, നീല, പച്ച, അങ്ങനെ 3-4 കളറാണ് ഞാൻ ചെയ്തത്. ഈ ജാതിക്കത്തോട്ടെല്ലാം കാണുമ്പോൾ എൻ്റെ കൊരട്ടി ലൈഫ് ഓർമ്മ വരും. കാരണം കൊരട്ടിയിൽ ഞാൻ താമസിച്ച വീടിൻ്റെ അരുവത്തെല്ലാം ജാതിക്കത്തോട്ടം ഉണ്ടായിരുന്നു. കട്ടനും കട്ട്ലറ്റും ഒരുവിധം നല്ല രസമുള്ള കട്ട്ലറ്റുകളാണ്. വെറൈറ്റി കട്ട്ലറ്റൊക്കെ അവിടെയുണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ടാസ്ക് റോഡ് ക്രോസ് ചെയ്യൽ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് കർദിനാൾ സ്കൂള്. ഇവിടെയാണ് ബിലാൽ ഹോട്ടലുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്. അങ്ങനെ നമ്മൾ ഓഫീസ് സ്പേസ് എത്തി. 2nd ഫ്ലോറിലാണ് നമ്മൾ ഓഫീസ് സ്പേസ് ഉള്ളത്. അതൊരു കോവർക്കിംഗ് സ്പേസാണ്. അതിലൊരു റൂമാണ് നമ്മളെ കമ്പനി. ഇവിടെ ലിഫ്റ്റൊന്നുമില്ല, ഇങ്ങനെ സ്റ്റെപ്പ് തന്നെ കയറണം. അത് ഒരു നല്ല കാര്യവും കൂടിയാണ്. കുറച്ചും കൂടി നടക്കാം. ഈ റോഡ് സൈഡിലെ ഈ പ്ലാവും, അതുപോലെ തന്നെ ഈ പ്ലാവ് ഒരു വീട്ടുകാരതാണ്. അപ്പോൾ ആ വീട്ടുകാരെ ആ ചെടിച്ചട്ടിയും അതുപോലെ തന്നെ ആ സ്റ്റെപ്പൊക്കെ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ 2nd ഫ്ലോർ എത്തി. ഇനി ഓഫീസിലേക്ക്. ഇതാണ് നമ്മളെ ന്യൂയോർക്ക് ഓഫീസ്. ഇതിൻ്റെ മുകളിൽ ന്യൂയോർക്ക് എഴുതിയിട്ടുണ്ട്. അത് എടുക്കാൻ ഞാൻ വിട്ടുപോയി.
ഇവിടെ കുറച്ച് ചിത്രങ്ങളും ഒരു ഫാനും AC-യും അതുപോലെ തന്നെ ഒരു സാധനങ്ങളെല്ലാം വെക്കാനുള്ള ഒരു അലമാരിയും ഒക്കെയുണ്ട്. ഇട്ടുപോയി 3-4 ചെയറും ഒരു വലിയ മെഷീൻ, അതിലാണ് നമ്മൾ ലാപ്പൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. മഴയൊക്കെ പെയ്യുമ്പോൾ പുറത്തെ വ്യൂ നല്ല അടിപൊളിയാണ്. അപ്പം മഴയില്ലാത്തതുകൊണ്ട് അങ്ങനെ തുറന്ന് നോക്കാറില്ല. പിന്നെ മഴ പെയ്യുന്നത് അറിയാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴക്കാർ കണ്ടേ തോന്നിയിനി മഴ പെയ്യോ, വർക്കിലേക്ക് ഇനി കിടക്കാം. അപ്പോഴത്തേക്കാണ് ചേച്ചി ചായയും കൊണ്ടുവന്നത്. കട്ടൻ ചായ, രാവിലെ കട്ടൻ ചായയും വൈകുന്നേരം പാൽ ചായയാണ്. ഇടയ്ക്കൊന്ന് ഓഫീസിൻ്റെ പുറത്തേക്കെല്ലാം ഇറങ്ങി. അപ്പം അവിടെ കുറേയധികം ചെടിച്ചട്ടികൾ നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചില ചെടിച്ചട്ടികൾ എൻ്റെ കളർ വാക്കിലും അങ്കായിട്ടുണ്ട്, റെഡൊക്കെ. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്കൊക്കെ അടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നിങ്ങളാണ് എൻ്റെ സക്സസിൻ്റെ പ്രധാന കണ്ണി. അങ്ങനെ ഉച്ചയായി, ഉച്ചക്കത്തെ ഫുഡും എത്തി. ഇതാണ് നമ്മുടെ ടീം. ഹായ്. ഒരാളുടെ ഹായ് കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ ഇനി ഫുഡിലേക്ക് പോകാം. നല്ല ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും പൊളി. അങ്ങനെ വർക്ക് കഴിഞ്ഞു, രാത്രിയായി, ലാപ്പടച്ച് വെച്ചു. ഇനി നടത്താണ്. നടത്തം വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ വൈകുന്നേരം വളഞ്ഞ് പൊളഞ്ഞ് ഒരു 5.4 കിലോമീറ്ററെങ്കിലും നടക്കും എന്നാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. നടത്തം ഇങ്ങനെ നമ്മളെ കർദിനാൾ സ്കൂളൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് ചൈതന്യ ഐ ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് അങ്ങനെ തൃക്കാക്കര അമ്പലം കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും നടന്ന് പൈപ്പ് ലൈൻ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഉണിച്ചിറ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നടത്തം വളഞ്ഞു പൊളഞ്ഞായത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ലുലു മാൾ വഴിയൊക്കെ പോകും. ലുലു മാളിൻ്റെ സൈഡിലെ കൂടിയൊക്കെ പോകും. ആ സൈഡല്ല, ഇപ്പുറത്തെ സൈഡിലെ കൂടി പോകും. അങ്ങനെ പോയി മരോട്ടിച്ചോട് ജംഗ്ഷൻ വഴിയാണ് നമ്മുടെ സഹകരണ റോഡ് വഴി നമ്മൾ റൂമിലെത്തുന്നത്. അങ്ങനെ നടത്തം കുറേ നമ്മൾ നടന്നു. കാരണം കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ഇപ്പുറത്തെ സൈഡിലെ കൂടിയാണ് വരുന്നത്, അതുകൊണ്ടാണ്. അവിടെ കുറച്ചും കൂടി റിസ്ക്കാണ് എടുക്കൽ. രാത്രി വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഇതേപോലെ വല്ലാതെ ലൈറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതാണ്. അപ്പോൾ അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അങ്ങനെ നടന്ന് പരുത്തേൽ ജംഗ്ഷനെത്തി. ഇത് പരുത്തേൽ ജംഗ്ഷനിലെ ഒരു ഹൽവക്കട. ഞാൻ ഒരു ഹൽവ വാങ്ങി നോക്കിയിന്. അത് കോഴിക്കോട് ഹൽവയായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പരുത്തേരി ജംഗ്ഷനിൽ നിന്നും എൻ്റെ റൂമിലേക്ക് പോകാം. അവിടുന്ന് മരോട്ടിച്ചോടിലേക്കുള്ള വഴിയിലേക്ക് പോയി അങ്ങനെ പോകാം. പക്ഷേ എൻ്റെ നടത്തം അങ്ങനെയല്ലല്ലോ, കുറച്ച് വളഞ്ഞിട്ടാണല്ലോ. അപ്പം അങ്ങനെ നടന്ന് ലുലു മാൾ ഭാഗത്തേക്ക് എത്താനായി. ഇതും ഒരുവിധം നല്ല എന്താ പറയുക, നടക്കാനൊക്കെ നല്ല സെറ്റായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ലുലു മാളെത്തി. ഇപ്പോഴത്തെ ഈ താമസത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ നല്ല വഴിയുള്ളത് ഈ ഇവിടുത്തെ PVR ആണ്. PVR അരുവത്തായതുകൊണ്ട് തന്നെ സുഖമായിട്ട് കുറേ സിനിമകൾ കാണാം. ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറിയത് ഈ ലുലു മാളിലാണ്. എന്നേരൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടെ വന്നത്. അന്നേരം എൻ്റെ സുഹൃത്തുക്കളായ നികേഷ്, ഡീന്, ഇവർ രണ്ടാളും കൂടിയാണ് അന്നേരം
ലുലു മാളിൽ വന്നത്. അന്നേരം ഉള്ള കുറേ അനുഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ഈ എസ്കലേറ്ററിൽ കയറാനുള്ള പേടി. അതൊരു വല്ലാത്ത പേടി തന്നെയായിരുന്നു ആ സമയത്ത്. അങ്ങനെ എടപ്പള്ളി പാലം കടന്ന് എടപ്പള്ളിയിലെ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഇതുവഴിയാണ് എനിക്ക് പോകേണ്ടത് മരോട്ടിച്ചോടിലേക്ക്. ഈ റൂട്ടിലാണ് എടപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മന്തി ഷോപ്പുള്ളത്. ഒന്ന് അറേബ്യൻ പാലസ്, അടുത്തത് കുബാബ കുഴിമന്തി. അങ്ങനെ നടന്ന് മരോട്ടിച്ചോട് ജംഗ്ഷനെത്തി. അതുപോലെ വാച്ച് 10,000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയെന്നും പറഞ്ഞു. ഇത് ഹോംലി ഫുഡ് കിട്ടുന്ന ഒരു മെസ്സാണ്. അങ്ങനെ നമ്മൾ സഹകരണ റോഡെത്തി. ഇനി സഹകരണ റോഡ് വഴിയുള്ള നടത്തം. ഏകദേശം റൂമെത്താനായി. ഇവിടെ ഒരു ഷോപ്പുണ്ട്. സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറിയാലാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടത്. ഇപ്പോൾ ഇറങ്ങിയൊരു സിനിമേൻ്റെ പോസ്റ്ററാണ്. അങ്ങനെ കിലോമീറ്റേഴ്സ് നടന്നുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. നടന്ന് എത്തി നോക്കുമ്പോൾ നമ്മളെ ബ്രൗൺ ബോക്സിൽ ഫുഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ അതും എടുത്ത് സ്റ്റെപ്പ് കയറാൻ പോവാണ്. അങ്ങനെ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇത്ര നേരം കണ്ട എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്ത ബെല്ലോടുകൂടി ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു.